അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാനുണ്ട്, അതർവുണ്ട്, സാവിയുണ്ട്, അപ്പുറത്ത് മൂലക്ക് അഗ്ഗു വിളിച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു റോബോട്ടിനെ ഉണ്ടാക്കാൻ പോകണതാണ്. ശരിക്കും നമ്മുടെ പ്ലാൻ ഒരു RC കാർ ഉണ്ടാക്കാനായിരുന്നു. അതിൻ്റെ എന്തോ കാർബോർഡ് ശരിയാവാഞ്ഞോണ്ടത് പാളിപ്പോയി. ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള. അത് പാളിപ്പോയതല്ലേ, ഇനി അപ്ലോഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ റോബോട്ട് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റോറൂമിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. RC കാറിൻ്റെ റിമോട്ടൊന്നും എൻ്റെ ഇല്ല. പിന്നെ നമ്മൾ മാക്സിമം ചിലവ് കുറച്ചാണ് അങ്ങോട്ട് വരുന്നത്. അതായത് ഉണ്ടാക്കണത് അതാണ്. പിന്നെ നമ്മളൊരു കിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പണ്ടുണ്ടാക്കിയ കിറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മോട്ടോഴ്സ് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നമുക്ക് മോട്ടറിൻ്റെ കിറ്റ് നമ്മൾ നാളെ വാങ്ങി. അത് പറഞ്ഞാൽ ഒരു 90 രൂപ വെച്ച് നാളെ വാങ്ങി. പിന്നെ പുതിയതായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങി. അതാണ് 4 മോട്ടർ, ഒരു പുതിയ 9 വോൾട്ട് ബാറ്ററി ഉണ്ട്, പിന്നെ 2 ജ്യൂസ് സ്റ്റിക്ക് ഉണ്ട്. നമുക്ക് ഷോറൂമിൽ ഇത്ര സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. മച്ചാൻ്റെ വിളിച്ച് നിന്നിട്ട് പതുക്കെ പാട്ടും പാടി നടന്ന് വന്നുണ്ട്. പെട്ടെന്നൊന്ന് വണ്ടി കയറാ. നമ്മുടെ അച്ഛൻ്റെ വണ്ടി കയറണാണ്. ആ റോബോട്ട് കിറ്റ് പിടി കിറ്റ് നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. നമ്മൾ ഒറ്റക്കയിലാണ് വണ്ടി ഓടിക്കണം. നമ്മളാണ് പ്രോ ഡ്രൈവേഴ്സാണ് നമ്മളൊക്കെ കണ്ടോ ഒറ്റക്കയിലൊക്കെ വണ്ടി ഓടിച്ച് ബാക്കിൽ നമ്മുടെ അച്ഛനൊക്കെ ഇരിക്കുന്നത്. എൻ്റെ അനിയൻ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ സമ്മതിക്കൂ, നമ്മൾ ഗ്യാപ്പ് കൊടുക്കരുത്. അതാണ് ഹീറോസ്. അങ്ങനെ നമ്മൾ അഗ്ഗുവിൻ്റെ വീട്ടിലുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ നല്ല സാധനം ഉണ്ടാക്കണത്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് അഗ്ഗുവിൻ്റെ വീട്ടിലിരുന്നാണ് ഉണ്ടാക്കുന്നത്. ഗൈസ് സ്ഥലമെത്തി, ഇറങ്ങിക്കോളൂ. നീ ഇവിടെ എത്തിയോ ഗൈസ്? ഞങ്ങൾക്ക് ഒരാഴ്ച ബൈക്ക് തുറക്കണം. ഇതാണ് നമ്മുടെ കിറ്റിലുള്ള സാധനങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് കാർബോർഡ് എടുക്കാം. ഞങ്ങൾ മേളിൽ കയറിയപ്പോൾ ഇഷ്ടംപോലെ കാർബോർഡ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഈ കാർബോർഡാണ് സെലക്ട് ചെയ്തത്. ഇതാകുമ്പോൾ ഒരു നല്ല കാർബോർഡാണ്. ഞങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ മോട്ടർ വെക്കാനായിട്ട് മോട്ടറിൽ 8 ടയറുണ്ട്. അപ്പം 8 ഹോൾ എടുത്ത് കറക്റ്റ് സെൻറ്ററിൽ 4 മോട്ടർ വെക്കാനുള്ള സംഭവം സെറ്റ് ചെയ്തു. ഇത് ഞങ്ങൾ മോട്ടർ ഇപ്പോൾ ഗ്ലൂഗൺ വെച്ച് സെറ്റ് ചെയ്ത് വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സിമ്പിളായിട്ട് 4 വയർ ഒരു സെൻസറിലേക്കാണ് കൊടുത്തത്. പക്ഷെ ഞങ്ങൾ സെൻസർ എന്തോ ബാറ്ററി ചാർജിൻ്റെ കുറവ് കാരണം സെൻസർ മാറ്റിയിട്ട് വേറെ സെൻസറാണ് യൂസ് ചെയ്യണത്. അത് വീഡിയോയുടെ അവസാനമാണ് കാണിക്കുള്ളൂ. ഇത് നമ്മൾ ഫ്രണ്ടിൽ തലേൻ്റെ മേലുള്ള സെൻസർ സെറ്റ് ചെയ്യും ലാസ്റ്റ്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചേക്കണതാണ്. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ജസ്റ്റ് അടയ്ക്കണം. അതായത് നമുക്ക് വല്ല വർക്ക് വരികയാണെങ്കിൽ ഊരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അടയ്ക്കണത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അടയ്ക്കാം ഫുള്ള്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണി തുടങ്ങിയപ്പോൾ ഒരു വൈകുന്നേരം 4:30 അല്ല 5:30 6 മണി ടൈമായിരുന്നു. ഇപ്പം ഏകദേശം പണീൻ്റെ 1/4 ഭാഗമായപ്പോഴേക്കും ഇരുട്ടായി. ഒരു 7:15 ഒക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ പണി നിർത്തി വീട്ടിൽ പോയപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ 9:30 10 മണി അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫുള്ളൊന്ന് ഫിറ്റ് ചെയ്തിട്ട് കാണാം. ഇതാണ് നമ്മുടെ റോബോട്ടിന് ഇപ്പോഴുള്ള ലുക്ക്. എൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തല സെറ്റ് ചെയ്തിട്ട് അതിൽ ലൈറ്റ് വെച്ചാൽ മതി. ഇനി 2 കൈ, പിന്നെ നമ്മുടെ തല, അതൊക്കെ നമ്മുടെ അഗ്ഗു അവന്മാരുടെയൊക്കെ പണിയാണ്. അപ്പോൾ അവന്മാരിപ്പോൾ വെള്ളം കുടിക്കാൻ പോയിക്കണം. അവന്മാരിപ്പോൾ വരും. അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ആ വർക്കൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇതിൽ കൈ വെക്കാനായിട്ട് ഞാൻ ഇവിടെ കൈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖത്തടി ഉള്ള പടം വരയ്ക്കാനായിട്ട് അഗ്ഗു അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മുഖത്തിൻ്റെ ഒക്കെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സെൻസർ നമ്മൾ ഹെഡിലാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഹെഡിൽ സെൻസർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ഈ സെൻസറിൽ 2 ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ തലേൻ്റെ മേളിൽ ആ ലൈറ്റും സെൻസറിൻ്റെ ഒപ്പം തന്നെ സെറ്റ് ചെയ്യും. അപ്പോൾ ലൈറ്റും സെൻസറൊക്കെ എല്ലാം കൂടി പവർ ഓൺ ആക്കാനായിട്ട് ഒരു ഓണോ സ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് പവർ സ്വിച്ച് ഓൺ ആക്കിയപ്പോഴേക്കും ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ലൈറ്റ് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹെഡ്, അതായത് നമ്മൾ ടെമ്പററി ആയിട്ട് എപ്പോഴും വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എല്ലാം ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി ഹെഡ് പിന്നെ 2 കൈ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. എന്നിട്ട് എല്ലാം ക്ലോസ് ആക്കി ഫൈനൽ ടച്ച് ആയിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ നാളെ അതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇത് വർക്കാവണ ഈ വീഡിയോയിൽ കാണിക്കുള്ളൂ. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ വർക്കിങ്ങും പിന്നെ പെയിൻറ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് കേബിൾ ടൈക്ക് പകരം ഞങ്ങൾ ഉപയോഗിക്കുന്നത്
ഈ വയറിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ ആ വയറിൻ്റെ കഷ്ണങ്ങൾ വെച്ച് ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടായിട്ട് കാണാം. ഇത് നാളെ അധികം കൊണ്ടുപോയിക്കോളൂ. ഇന്ന് എൻ്റെ വീട്ടിൽ അല്ല, ഇന്ന് ഞാൻ കൊണ്ടുപോകും. 6 മണി തൊട്ട് ഇപ്പം രാത്രി 9 മണി വരെ ഉണ്ടാക്കിയ ഐറ്റമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ആ പുഞ്ചിരിയായ ഒന്ന് മുഖം കാണട്ടെ. ഇത് ലൈറ്റ് തന്നെയുണ്ട്. ഇതിനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഓടിക്കാൻ പറ്റില്ല. ഞാൻ ഓർഡർ വീഡിയോ എടുക്കും, കാരണം ബാറ്ററിക്ക് ചാർജ് ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഓർഡറിന് ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടേക്കാം, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടാം. അപ്പം ഇത് ലൈറ്റ് ഇതാണ് വാക്ക് കഴിഞ്ഞാ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിന്ന് ഇപ്പോൾ തിരിച്ച് റോബോട്ടിനെ വീട്ടിലെത്തി വെച്ചിട്ട് നമ്മൾ എടുത്തൊരു ചെറിയ ഷോട്ടാണിത്. ഇത് നമ്മൾ ഡ്രോൺ ഷൂട്ട് പോലെ തന്നെ സെൽഫി സ്റ്റിക്ക് പൊക്കി എടുത്തതാണ്. നമ്മൾ നാളെ വരെ ഡ്രോൺ പറപ്പിച്ചതിൻ്റെ ഇത് നമ്മൾ എടുക്കും. അപ്പോൾ അതിലുള്ള ഒരു വിഷ്വലാണിത്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരെണ്ണം ലൈറ്റ് ഓഫാക്കി നമ്മുടെ റോബോട്ടിൻ്റെ ഹെഡിലുള്ള ലൈറ്റ് ഓണാക്കിയിട്ട് ഒരെണ്ണം കണ്ടു നോക്കാം. ഇതാണ് ആ വിഷ്വൽ. പക്ഷെ ഇതിൽ ആ പൊങ്ങുമ്പോൾ റോബോട്ടിൻ്റെ തലയുള്ള ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. റോബോട്ടാണ് ഇതിലിരിക്കണമെന്നാണ് ഇതിൽ മര്യാദക്ക് മനസ്സിലാവുള്ള. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. വേറൊരു വീഡിയോ നമ്മൾ പിന്നെ ആയിരിക്കും. ബൈ.